അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോനെ മോനെ ഷമ്മാസിനെയാണ് ഉമ്മ വിളിക്കുന്നത്. ആ ഉമ്മ എന്തേ? അല്ല മോനെ, മോന് ഞാൻ പറഞ്ഞ കാര്യം നോക്കിയോ? എന്തുമ്മ? അല്ലേ, ഫസീലക്കും മക്കൾക്കും നിൽക്കാനൊരു വീട്, അത് പിന്നെ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന്. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ ഓൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ ഓൾക്ക് വരാൻ ഓൾ കൂട്ടക്കൂല. എന്നാലും ഇപ്പം മക്കളെ കാര്യം പരിഗണിച്ചിട്ടെങ്കിലും നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കണ്ടേ അവർക്ക്? ഉമ്മ, ഞാൻ നവാസ്കയോട് സംസാരിക്കട്ടെ. നവാസ് ഇപ്പോൾ ആകെ ഇടങ്ങാറായി നിൽക്കായിരിക്കും. ഓനിപ്പോൾ എന്താപ്പോൾ കേട്ടുക, രണ്ട് തോണിയിലും കാലിട്ട പോലെയാണ്. അവിടക്കും നിൽക്കണം ഇവിടക്കും. മക്കള് ഓളെ കാണാൻ വിചാരിച്ച് കാര്യമാണ് ഫസീലാനെ. എന്നാൽ സൗദയാണ് ഗർഭിണിയും മറ്റോടത്തും. ഓളാണെങ്കിൽ ഇട്ടെറിഞ്ഞു അവനെ പോയും ചെയ്തു. അങ്ങനെയൊക്കെ പോകാൻ പാടുണ്ടല്ലെങ്കിൽ ഒന്നുമില്ല, നന്നെങ്കിലും കാണിക്കണ്ട മനുഷ്യന്മാർ. റബ്ബേ, ഇത്രയും ഓൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് എൻ്റെ കുട്ടി. ഇപ്പോൾ ഓൻ ഇട്ടെറിഞ്ഞാണ്ട് പോയില്ലേ. മനസ്സ് വന്ന ഓൾക്ക് എത്ര നല്ല രീതിയിൽ പാവം കല്യാണം കഴിഞ്ഞേക്കന്നെ ഗൾഫിക്ക് കൊണ്ടുപോകലും ഗർഭിണി ആവലും എന്തൊരു സന്തോഷ റാഹത്തായിരുന്നു. അല്ലെങ്കിൽ ആ പെണ്ണിനെ നല്ല മട്ടത്തിന് ഇവിടെ നിന്ന പ്രസവവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കഴിക്കേനും. ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടാക്കാൻ പറയണില്ല. കാരണം ഇനിയിപ്പോൾ നുസൈബാണെങ്കിലും എൻ്റെ ആരൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കോളി പ്രസവത്തിന് എന്നുള്ള വാക്ക് ഞാൻ പറയില്ല. കാരണം ഓല് വന്നപ്പോൾ ഗർഭിണികളായിട്ടില്ലല്ലേ വന്നത്. ഇവിടെ വരുമ്പോഴല്ലേ ഓല് ഗർഭിണികളാകുന്നത്. അപ്പം പിന്നെ പ്രസവവും കാര്യവും ചിലവൊക്കെ നമ്മൾ എടുക്കണം. ആ ഒരു ചിന്താഗതിയാണ് ഞാൻ എനിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ പെൺവീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള തൻ്റെ അതൊന്നും എനിക്കില്ല. ചിലയിടത്തുണ്ട് പെണ്ണുങ്ങൾ ആൾക്കാർ അങ്ങനെ വേണം അത് ചെയ്യണം എന്നൊക്കെ ഓരോ മാമൂല്. ഞാൻ പറയണത് കെട്ടിയ ആണുങ്ങൾ പ്രസവത്തിന് ചിലവൊക്കെ കഴിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ഓലടുത്ത് വന്നിട്ടുള്ള കുട്ടികളുണ്ടാണത്. അപ്പം പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണ്ടേ? അത് പെണ്ണുങ്ങളെ പെരക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണ ഒരിക്കലും ശരിയല്ലല്ലോ. അതൊരിക്കലും ആണത്തുള്ള പരിപാടിയല്ല. എൻ്റെ നവാസ് ആയാലും എൻ്റെ ഫൈസലായാലും എൻ്റെ ഷമ്മാസ് ആയാലും എനിക്ക് അതേ താല്പര്യമുള്ളൂ. പൊന്നു മോൻ എൻ്റെ നവാസേ, ഓന് വന്നോ? ഇല്ലും മൈക്ക മേലെ തന്നെയാണ്. പിന്നെന്താ ഒരു ഒച്ചപ്പാട്? അത് മക്കളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഷാമോനെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ കരുതിയത് സൗദനെ 2 ആഴ്ച ആകുമ്പോഴത്തേന് ഇപ്പോൾ 1 ആഴ്ച ആയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ പേരിനൊന്ന് പ്രസവക്കൂട്ടൽ പറഞ്ഞ പണ്ടക്കും മണ്ടുള്ള സംഭവമാണ്. അങ്ങനെ ഒന്ന് പൂതിക്കൊന്ന് കൊണ്ടുപോയിക്കാണ്ടൊന്ന് കൊണ്ടുവരിക. ഓൽക്കുള്ള പെരക്കാർക്കുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുക. അങ്ങനെ നല്ല മട്ടത്തിന് കൊണ്ടുപോവുക. അതിൻ്റെ ശേഷം തിരിച്ച് ഒരു 2 ദിവസം പൂതിക്ക് നിന്നും അങ്ങോട്ട് കൊണ്ടുവരിക. ഞാൻ അതേ കരുതിയത്. ഇനിയിപ്പോൾ അതല്ല, ഇപ്പോൾ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ ഈ ഓരോ എന്തോ ഹോം കെയറോ അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ നഴ്സിംഗ് ഹോമും ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയുള്ള നടത്തലേ. പെരയിൽ ഇപ്പോൾ പേറും കുള്ളൊന്നും ആരും വല്ലാതെ നടത്തുന്നില്ലല്ലോ. കാരണം ഒക്കെ നമ്മൾ ഒരു പാർപ്പേരത്തിന് നിർത്തുകയാണെങ്കിൽ ഒരു 10-60 ഉറുപ്പ്യ അത് കണക്കാണ്. പിന്നെ ചിലവും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ കണക്കിലായിക്കാണ്ട് അവിടെ ആകുമ്പോൾ പിന്നെ എല്ലാം കൊണ്ട് കഴിഞ്ഞു കൂടും എന്നുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേങ്കിൽ എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം തോന്നുന്നില്ല. നമ്മളെ പെരയിലാകുമ്പോൾ നമ്മളെ കുട്ടികളെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ നോക്കാമല്ലോ. ഇതുപോലെ കണക്കാക്കി തരേണ്ട ഭക്ഷണം ഇതൊക്കെ അതാവുമ്പോൾ എനിക്കൊരു പൊറുതിയേടാണ്. അപ്പം ഞാൻ കരുതിയത് എൻ്റെ സൗദനെ ഇവിടെ പ്രസവാക്കുക. നമുക്ക് ഒരു പാർപ്പയത്തിനോട് വിളിച്ചാൽ എന്നാലും വേണ്ടിയില്ല, 10 ഉറുപ്പ്യ കൊടുത്താലും വേണ്ടിയില്ല. നമുക്ക് ഇഷ്ടം പോലെ നല്ല സാധനം വാങ്ങിക്കാണ്ട് ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കണമൊന്നും കാണൂല. ഓല് ഒന്നായിട്ട് ഉണ്ടാക്കലും കുറ്റം പറയല്ല. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ കരുതിൻ്റെത്. ഒരു പാർപ്പയത്തിനൊക്കെ നോക്കാം, കുറച്ചൊരു കണ്ടറി വെള്ളീനെ ഒരു 14 പീസം അങ്ങനെ നിർത്താമെന്നൊക്കെ. ഇനിയിപ്പോൾ റുക്കിയാനും ഇനിയിപ്പോൾ വിളിച്ചാനാവൂല എന്ന് കരുതി നിൽക്കേനു. കാരണം ഇനിയിപ്പോൾ ഓളിപ്പോൾ നുസൈബാൻ്റെ പ്രസവം എടുക്കലും ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ നല്ലതാണ് ഏഷണയും പരദൂഷമൊന്നും പറയാതെ നല്ല മട്ടത്തിനൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിലൊക്കെ. ഇനിയിപ്പോൾ ദീനെ വിളിച്ചാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാകുമൊക്കെ വിചാരിച്ചു കാണും. ഞാൻ ഇനിയിപ്പോൾ വേറൊരു പുറമക്കാരത്തിനെ വിളിച്ചുകാണ്ട് സൗദൻ്റെ പ്രസവവും ഇതൊക്കെ കഴിച്ചാന്നൊക്കെ ഞാൻ വിചാരിച്ചിങ്ങനെ നിൽക്കുകയിനടാ. അതിൻ്റെ ഇടയിൽ കൂടെ ഓള് കാട്ടിയൊരു പണി, വല്ലാത്തൊരു പണിയാണ് ആ പെണ്ണ് കാട്ടിയത്. ഉമ്മ, ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണേ? എന്തപ്പോൾ ചെയ്യുക? വിളിക്കന്നെ, വിളിക്കാതെക്കാൻ പറ്റൂലല്ലോ. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഇതായിക്കോട്ടെ, വിളിക്കന്നെ. വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ വരട്ടെ. ഏതായാലും ഫസീല ഇനിയിപ്പോൾ ഇങ്ങനെ ഈ പെരയ്ക്ക് വരവൊന്നും ഉണ്ടാവില്ല. ഓൾക്കൊരു പെരയും കൂടി വേറെ നോക്കിക്കോളി, മക്കളും അവിടെ നിൽക്കട്ടെ. നവാസ് തിരിച്ചെടുക്കുകയാണെങ്കിൽ അതും നല്ല. എന്നാൽ പിന്നെ ഓന് പോവുക വരിക അതും ചെയ്യുക.
ഇവിടെ സൗദൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടും വരാം. അങ്ങനല്ലേ നല്ലത്, ആരും ബുദ്ധിമുട്ടാക്കണ്ട. ഏ കുടുംബ ബന്ധം അങ്ങനെ മുറിച്ചാൻ പറ്റൂരല്ലോ എൻ്റെ കുട്ടിയെ. ഏതായാലും നമ്മളെ മോൻ കെട്ടിപ്പോയില്ലേ, അപ്പം പിന്നെ ഉമ്മ അതിന് എന്തപ്പം അവരവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. ശരിയാണ് മോനെ, നമ്മളെ ഭാഗം എപ്പോഴും താന്നു കൊടുക്കണം. നമ്മൾ താന്നു കൊടുത്തേ വെള്ളം നിൽക്കുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ. ഇനിയിപ്പോൾ മരുവോൾ അങ്ങനെ തെറ്റിപ്പോയതല്ലേ. ഓളമ്മ വന്ന് കൊണ്ടുപോയതല്ലേ എന്ന് കരുതിയിട്ട് നമ്മളൊരിക്കലും വാശി പിടിച്ച് നിൽക്കണ്ട. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകേണ്ടതാണ്. ഈ തെറ്റും പണക്കൊക്കെ കഴിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്തിനും നന്ന്. ഒരു മിനിങ്ങൾ ഒരു 3 ദിവസത്തിലേറെ ഉണ്ടാക്കരുതെന്നാണല്ലോ. അപ്പോൾ വെറുതെ എത്രയേ ആൾക്കാരെങ്ങനെ മോനെ ഷാമോനെ ഇന്നിപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് കുടുംബ ബന്ധത്തിനെ കുറിച്ചൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിന്. നേരത്തെ ഷെമി വിളിച്ചപ്പോൾ പറഞ്ഞ് കേട്ടിനു. ഉമ്മ നിങ്ങൾ പോകണുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നല്ല വിഷയമാണ്, കേൾക്കേണ്ട വിഷയമാണ്, എല്ലാവരും കേൾക്കേണ്ട സംഭവമാണെന്നൊക്കെ. കാരണം കുടുംബങ്ങളും അയൽവാസികളൊക്കെ കുറേ ഉണ്ടാവും, തമ്മിൽ കുറേ ചെറിയ കാര്യത്തിന് തെറ്റുള്ളവരേക്കാരം. എൻ്റെ നവാസിൻ്റെ പെണ്ണിൻ്റെ കാര്യം തന്നെ പഠിച്ചവനെ എത്ര നല്ല മട്ടത്തിൽ കഴിഞ്ഞതേനും ഓലായിട്ട് എന്തിനാ ഓല ജീവിതം നശിപ്പിക്കണേ. നവാസിനും എൻ്റെ പുത്തൻ വീട് തറവാട്ടത്തെ മക്കൾക്ക് പെണ്ണ് കിട്ടായിട്ടല്ല, തലങ്ങും വലങ്ങും ബ്രോക്കർമാർ കൊണ്ടുവരും. എത്ര എൻ്റെ ഷമ്മാസൊക്കെ അപ്പോത്തിന് ഷമ്മാസിനൊക്കെ എത്രണ്ണം കൊടുത്തിനു. ഏതായാലും ഓനോ എൻ്റെ കണ്ടറിവുള്ള ഒന്നിനോട് കെട്ടിയത് കൊണ്ട് അതാണ് കഴിച്ചിലായി. ഇവിടെ പുതിയണ്ണുങ്ങളെ കിട്ടായിട്ട് ഒന്നും പഞ്ചല്ല. കാരണം ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ആരും കല്യാണം ഉണ്ടാക്കും. പക്ഷേ എന്നാലും ഇപ്പോൾ ആ സൗദനെ, പാവപ്പെട്ട സൗദനെ നമ്മൾ റെജി പറഞ്ഞുകൊണ്ട് എടുത്ത് ഓളെ കല്യാണം കഴിച്ച് ഓളെ നല്ല മട്ടത്തിനാക്കി. പക്ഷെ ഓളത് കാട്ടിപ്പോയത് എൻ്റെ മനസ്സിക്ക് വല്ലാത്തൊരു വേദനയാണ്. എൻ്റെ നവാസ് എത്ര വിഷമിക്കുണ്ടാവും. ഉമ്മ ഇനി എന്തെങ്കിലും ചെയ്യണം, വിളിച്ച് നോക്കന്നെ മോനെ. ഉമ്മ അത് എന്നാൽ നവാസ് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്തോ ഉമ്മ, അവർ ഒരു വീട് അന്വേഷിക്കുവാൻ വേണ്ടി പോയതായിരുന്നു. മോനെ കുറച്ച് നല്ല മട്ടത്തിലുള്ള ഫ്ലാറ്റ് എടുത്തോട്ടോ, വീട്. അത് തൽക്കാലം അവിടെ അങ്ങനെ റെൻറ്റിന് നിൽക്കട്ടെ, പിന്നെ നമുക്ക് ഇവിടെ നല്ലൊരു വീട് ഉണ്ടാക്കണം. ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, എമ്പാട് ഏക്കർ കണക്കിന് തോട്ടാണ് ഇവിടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോഡിൻ്റെ വക്കത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ. ചിലർക്ക് റോഡിൻ്റെ വക്കത്തേക്ക് വല്ല ഇഷ്ടം ഉണ്ടാവില്ല. ഇനി കുറച്ച് ഇങ്ങോട്ട് ബാക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മുന്നിൽ പൂന്തോട്ടം കാര്യമൊക്കെ ഇങ്ങനെ ആയിക്കാണ്ട് അങ്ങനെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കണ്ട് അങ്ങനെ എടുക്കണേ അങ്ങനെ എടുക്കുക. എന്താ ചെയ്തോളൂ, ഏതായാലും മക്കൾക്ക് ജീവിക്കണ്ടേ. ഇനിയിപ്പോൾ എനിക്ക് എല്ലാവരും ഇവിടെ നിൽക്കുന്നതിനാണ് ഇഷ്ടം. പക്ഷേങ്കിൽ ഇവിടെ ഇപ്പോൾ 2-3 മരുക്കളൊക്കെ ഒപ്പം വരുമ്പോഴൊക്കെ ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. മക്കൾ ഓരോരുത്തരും അങ്ങനെ പേരെടുക്കുക നല്ലേ. പക്ഷെ എൻ്റെ കൺവെട്ടത്താകുമ്പോൾ എനിക്കൊരു പൂതിയാണ്. ഇപ്പോൾ തൽക്കാലം ഫസീലാക്ക് നല്ലൊരു പേര ഇജ് നിങ്ങൾ നോക്കിക്കോളി. അല്ലമ്മ, എന്തേലും നിങ്ങൾ വലിയ ചർച്ച ചെയ്യാൻ വന്നപ്പോൾ? ഒന്നുമില്ല മോനെ, സൗദനെ കുറിച്ച് പറയായിരുന്നു. ഉമ്മ എന്തിനാ അങ്ങനെ ചിന്തിക്കണേ? അല്ല മോനെ, മനുഷ്യന്മാരെ കാര്യമില്ല, നമ്മളെ കുട്ടിയല്ലേ. അതുകൊണ്ട് ഉമ്മ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എൻ്റെ ഉമ്മ വിളിക്കണ്ട. ഞാൻ അവളോട് അത്ര പറഞ്ഞതാണ്. അവൾ ഡ്രസ്സൊക്കെ ബാഗിൽ കുത്തി നിറച്ച് പോകുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൗദാ ഈ പോക്ക് നല്ലതിനല്ല കേട്ടോ എന്ന്. എത്ര പറഞ്ഞു ഞാൻ. ഒരു ആണായ മനുഷ്യൻ അങ്ങനെ പറയില്ലമ്മ. ഞാൻ അത്രയ്ക്ക് അവളോട് കെഞ്ചി പറഞ്ഞു, സൗദ നീ പോകരുത്, നീ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പ്രസവക്കൂട്ടിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നിനക്ക് പോകാം, നീ പോകരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. പക്ഷേ ഓള് കേട്ടില്ലമ്മ, ഓള് ചെവി കൊണ്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് നവാസിനെ കാക്കേണ്ടാന്ന്. മോനെ എന്താ ചെയ്യുക, നമ്മളെ കുട്ടി ഇപ്പോൾ അവിടെ. ഉമ്മ കാര്യമൊക്കെ ശരി തന്നെയാണ്, എന്തപ്പോൾ ചെയ്യുക, അത്ര വാശി പാടില്ലല്ലോ. അല്ലെങ്കിലും ആ ഉമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെ ചെയ്യരുതെന്ന്. പൊന്നു മോനെ എന്താ ചെയ്യുക, ഓരോരുത്തരും അങ്ങനെ കാട്ടിക്കൂട്ടിപ്പോയി. ഞാൻ എൻ്റെ സാജിനോട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞാണ്, എടി ഇവിടുത്തെ കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ഇപ്പയും എൻ്റെ പുതിയാപ്പിളിൻ്റെ ഉമ്മ ഇപ്പിയാണ്. ഒരിക്കൽ പോലും അവരോട് വേണ്ടാത്തൊരു വർത്താനം പറയരുത്, ഓലോട് ഓരോന്ന് തെറ്റി കാട്ടിക്കൂട്ടി നിൽക്കരുത്. കാരണം ഇവിടുത്തെ ഉമ്മ ഇപ്പയും എനിക്ക് ഉണ്ടെങ്കിലും പിന്നെ ഭർത്താവിൻ്റെ ഉമ്മാനെ ഇപ്പാനെ അതുപോലെ നോക്കണം. ഓളോട് ഞാൻ എൻ്റെ കുട്ടികളോട് അതേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, തിരിച്ചൊരു വാക്ക് പറയരുത്. എൻ്റെ മോളോട് എനിക്കൊന്നേ ഉള്ളൂ, ഞാൻ ഓളോട് എന്നും പറഞ്ഞ അതന്നെ. എന്നാൽ തന്നെ അലിമോനോട് തെറ്റി ഇവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സൊക്കെ വല്ലാത്ത ഇടങ്ങാറായിരുന്നു. അതെ, അലിമോൻ തെറ്റൊന്നും ചെയ്യൂല, എനിക്ക് തോന്നിയതേക്കാരം എന്ന് എൻ്റെ സാജിനോട്. അപ്പോൾ ഓള് പറഞ്ഞെന്താന്നോ, ഉമ്മ ഇതുവരെ ഇക്കാക്ക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതാണ് എനിക്ക് ഇത്ര ടെൻഷന്. ഏതായാലും ഓൾക്ക് തന്നെ പിന്നെ പശ്ചാത്തപിച്ചോൾ തിരിച്ചു പോയില്ലേ. എന്തോരം മട്ടത്തിലാണ് ആ മക്കളോളം പോയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകയായിരുന്നു.
ആ ഓരോ ഫിത്തിനെയും ഫസാദും അങ്ങനെ പല രീതിയിലൊക്കെ ഉണ്ടാവുമല്ലോ. പഠിച്ചോനെ, കുടുംബ കലഹത്തെ തൊട്ട് നീ കാത്ത് രക്ഷിക്കല്ല. ഇബിലീസ് നല്ല കളി കളിക്കും. കുടുംബത്ത് കയറിയിട്ടാണ് ഇബിലീസ് കളിക്കുക. കാരണം എന്താ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കാണ്ട് മൂപ്പർക്ക് പൊട്ടിച്ചിരിക്കാലോ, അതിനും വേണ്ടിയിട്ട്. റബ്ബേ, ഞാനൊക്കെ എൻ്റെ മക്കൾ നല്ല രീതിയിൽ ഇനിയിപ്പോൾ ആരൊക്കെ തന്നെയാലും എൻ്റെ ഫസീലാനൊക്കെ ഞാൻ എത്രയോ ഉപദേശിച്ചാണ് അവൾക്കും വേണ്ടി അത്രക്കും. എന്താ ചെയ്യുക, ഒരു കാലത്ത് ഓരോരോ ഇഷ്ടത്തിന് പോയി. ഇപ്പോൾ കണ്ട ഇപ്പം അവസ്ഥ ഇതായി. അതാണ് മക്കളെ, ചോരത്തളപ്പുള്ള പ്രായത്ത് നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടാൻ നിൽക്കരുത്. ചോരത്തളപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് പലതും തോന്നും, പല തെറ്റുകൾ ചെയ്യാനും തോന്നും. പക്ഷേ പിന്നെ സുഖമില്ലാത്തൊരു കാലം വരാണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഒരു കുട്ടി അതിന് നിൽക്കൂല. വയ്ക്കുമ്പോൾ പലതും കാട്ടിക്കൂട്ടും, പലതും ചെയ്യും. പിന്നെ അവസാനത്തെ നിമിഷം ആരും ഇല്ലാതെ നരകിച്ച് കഴിയുന്ന ഒരു അവസ്ഥയായിരിക്കും. ഭാഗ്യത്തിന് ഫസീലാനൊക്കെ കണ്ടു കിട്ടിയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ അവളെ മെഡിക്കൽ കോളേജിൽ കിടന്നുകാണ്ട് എന്തായിരിക്കും അവളെ അവസ്ഥ. ഈ ചെറുക്കണ വരാന്തിമ്മൽ കിടന്നുകാണ്ടായിരുന്നു ഓള് കഴിഞ്ഞു കൂടിയതിൻ്റെ ഒരു ശ്വാസം മാത്രം. ഡോക്ടർമാരോ നഴ്സുമാരോ വന്നെങ്കിൽ നോക്കിയെങ്കിലാ, ഇല്ലെങ്കിലില്ല. ചോദിക്കാനും പറയാനും ഒരാളില്ല, കാരണം കൂടെ ആരുമില്ല. ഇതൊരു അനാഥമായൊരു രോഗിയാണ്. എന്തായാലും ആരും ചോദിക്കാറില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ശ്രദ്ധയില്ല. ഏതായാലും പഠിച്ചോനെ നിയമത്തോണ്ട് കണ്ടുമുട്ടി തന്നെ കണ്ടുമുട്ടി. അപ്പൊക്കപ്പം അവിടുന്ന് കൊണ്ടുവന്ന് ICUക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി ലെവലാക്കിയതിന് ശേഷം പഠിച്ചോനെ, ആ കുട്ടികൾക്ക് ഭാഗ്യമുണ്ട്, കുട്ടികളമ്മ ഉണ്ട്. ഇന്നിപ്പോൾ ആ കുട്ടികളമ്മ ഇല്ലെങ്കിലേ എന്തെങ്കിലും ഓള് 2-3 ദിവസം കൂടി ഭക്ഷണം വെള്ളം കഴിക്കാതെ എന്നാൽ എന്തായാലും ഓള് ജീവൻ പോണ അവസ്ഥ തന്നെ ഇക്കാരം. എന്നാൽ ആ കുട്ടികൾക്ക് ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ഓള് കഴിച്ചില്ലായി. എൻ്റെ ഉമ്മ ഇവിടെ, ഞങ്ങൾക്ക് ഉമ്മാനെ കാണണമെന്ന് പറയുമ്പോൾ ആ മക്കൾക്ക് കാട്ടിക്കൊടുക്കാമല്ലോ ഒന്നുമില്ലെങ്കിൽ. അല്ലാ നീ കാക്ക് റഹ്മാനേ. പഠിച്ചോനെ, ഓരോരുത്തർക്കും ഓരോ ബുദ്ധി പോണ പോക്ക്, അതാണ് ഞാൻ ആലോചിച്ചണത്. ഇനിയിപ്പോൾ സൗദൻ്റെ സ്ഥിതി എന്തൊക്കെയെന്നാവോ പഠിച്ചോനെ, ആലോചിച്ചുകൂടാ. ഉമ്മ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആണ്ടുമ്മ, അവരൊന്നും ഇത്ര കിള്ള കുട്ടികളല്ലല്ലോ. എൻ്റെ പൊന്നാര മോൻ എന്നോട് പറയാം, എൻ്റെ നുസൈബ, എൻ്റെ റബ്ബേ, ഓളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് മടുത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ട്. എന്നാലും ഞാൻ പിന്നെയും പറയണെന്താ, ക്ഷമയുടെ പര്യായം എന്ന് തന്നെ എൻ്റെ കുട്ടീനെ ഞാൻ പറയും. ഫൈസൽ അങ്ങനെ അമ്മട്ടം കാട്ടിക്കൂട്ടിക്കണ്. ഫൈസൽ കേൾക്കണ്ട, ഒക്കെ കഴിഞ്ഞു പോയതാണ്. എന്നാലും ഞാൻ പറയാം, അങ്ങനെ അമ്മട്ട് ആ കുട്ടീനിട്ട് വാതിലടിച്ചിക്കണ് പലവട്ടം. ആ പുറത്ത് ആ തണുപ്പത്തൊക്കെ നിന്ന് ഇടങ്ങാറായിനത്. എന്നാലും അത് പറയില്ല. ഞാൻ പറയും, മോൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നാളേ, ഇവിടെ കിടക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ കിടന്നോളാം, നിലത്തൊരു പായക്കേറിൽ വിരിച്ചുകാണ്ടോളം ഇവിടെ കിടന്നേനു. ഞാൻ പറയും, മോളെ കട്ടുമ്മ കയറി കിടക്ക്. വേണ്ട ഉമ്മ, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നിട്ട് നോക്ക്, ആ ഫൈസലിനെ അമ്മട്ടം നോക്കി. ആക്സിഡൻ്റായി വന്നപ്പോൾ ആ പെണ്ണല്ലേ എല്ലാതും ഓന് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിഞ്ഞേനെ. ആ പെണ്ണ് ചുണ്ട് നനച്ചെടുത്തിട്ടും വെള്ളം സ്പൂൺ കൊണ്ട് കോരി കൊടുത്തിട്ടും അങ്ങനെ ആക്കി. പിന്നെ കഞ്ഞി കൊടുത്ത്, പിന്നെ ചോറ് വാരി കൊടുക്കൽ തുടങ്ങി. അതന്നെ ഒരു മനുഷ്യന്മാരായ നീച്ചാൻ കട്ടുമെന്ന് വയ്ക്കാൻ എന്തൊക്കെ കാട്ടേണ്ടി വരും. അത് മുഴുവൻ ആ കുട്ടി ചെയ്ത് കൂട്ടിയില്ലേ. എന്നാൽ പിന്നെ ഓൻ്റെ കയ്യും കാലൊക്കെ അനക്കി പൊന്തൽ തുടങ്ങി. തോളിൽ കൂടെ അങ്ങനെ ഇപ്പോൾ ഓർമ്മ ഉണ്ട്, ഒരു തോളിൽ എൻ്റെ കയ്യും ഓളതും ഒരു തോളിൽ അങ്ങനെ ഇട്ട് കൗത്തുക്കൂടൊക്കെ നടക്കാൻ ശീലിപ്പിച്ച് നടത്തൊക്കെ റെഡിയായി ഇങ്ങനെ തുടങ്ങി ലെവലായി വന്നപ്പോൾ പഴയ മട്ടത്തേക്ക് മാറി. അതാണ് സങ്കടപ്പെട്ടത്. ചോറ് കൊടുത്തപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട്, ഒരു ദിവസം ഒരു എറിഞ്ഞു എൻ്റെ കുട്ടി. ഓളാ പ്ലേറ്റ് അടക്കെടുത്തൊരു എന്തിനാടിത് ആർക്കാന്ന് വെച്ച് കണ്ട്. ഇത് റബ്ബേ, അത് കണ്ണീരോട് ആ വറ്റ് ഓരോന്ന് പെറുക്കുമ്പോൾ ഓരോ വറ്റിന് ഓരോ കണ്ണീരായിരുന്നു ഓളെ പ്ലേറ്റക്ക് വീണത്. എന്നാലും ഒരു വാക്ക് മാപ്പിളിനോട് മുണ്ടില്ല, എന്നോടും മുണ്ടൂല. അങ്ങനെ ഇരുന്നു. ഈ വലത്തിട്ട നാവ് എടുത്തിക്കിടൂലായിരുന്നു. അത്രയും അമ്മട്ടം കാട്ടിക്കൂട്ടിയിട്ടും കണ്ണീരൊഴുക്കുക എന്നല്ലാതെ ഒരു പരാതിയോ പരിവോ പെണ്ണിൻ്റെ പെരക്കാരോടും പറഞ്ഞിട്ടില്ല, എന്നോടും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ക്ഷമിച്ചു തന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞേച്ചതല്ലേ ഉമ്മ, കുറേ പ്രാവശ്യം കേട്ടതല്ലേ. അല്ല മോനെ, പറയാനുള്ളത് പറഞ്ഞത് എവിടെയാണെങ്കിലും. ലാസ്റ്റ് ഞാൻ ഉമ്മാനെ ഒട്ടിഞ്ഞ് ഇവിടെ നിൽക്കരുത്, ഒരു ഷാനിനെയും പിടിച്ചുകൊണ്ട് വന്നില്ലല്ലോ ഒന്ന്. ഇപ്പോഴൊക്കെ നന്നായി കിട്ടി റബ്ബേ. എന്നിട്ട് എന്താണ് ആ പമ്പറന്നോട് വെച്ച് വന്നപ്പോൾ എന്താണ് ഓളെ റൂം മാറ്റിയിരുന്നല്ലോ. അപ്പം മറ്റോളെ വേറെ റൂമക്കും ഓൻ്റെ പുതിയ റൂമക്കും ഓളെ എത്ര വേദനിച്ചിരിക്കണ ആ പെണ്ണ്. ഹൃദയം പറിച്ചെടുക്കണ വേദന. ഏതൊക്കെ പെണ്ണുങ്ങൾ അനുഭവിച്ചു ഓൾക്ക് അറിയാനെ പറ്റി. പഠിച്ചോനെ, ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി, ഉമ്മാൻ്റെ കുട്ടി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്നിട്ടും പറഞ്ഞു, ഉമ്മ ഞാൻ ഹിദ്മത്ത് ചെയ്ത് ഇവിടെ നിന്നോളാം, ഒരു ജോലിക്കാരെ ഞാൻ ഇവിടെ നിന്നോളാം ഉമ്മ എന്നാണ് പറഞ്ഞത്.
അതാണ് മക്കളെ പെണ്ണ്. എനിക്ക് വയ്യാതായ സമയത്തോ വന്നിക്കണ്, നേരെ ആശുപത്രിക്ക് വന്നിക്കണ്. എൻ്റെ മോൾക്ക് വരെ വരാൻ പറ്റില്ല, ഓളെത്തി. എൻ്റെ നുസൈബ് ഇതാ പറയുമ്പോൾ ഒഴിവാക്കി നിൽക്കണ ആ സമയത്ത് ഓള് വന്നു. പഠിച്ചവനെ മറക്കൂല കേട്ടോ, അതൊന്നും മറക്കൂല ഐഷുമ്മ. അതെ, ഐഷുമ്മ കാര്യങ്ങൾ ഉപകാരം ചെയ്തിരിക്കണമെങ്കിൽ ഒരിക്കലും അത് മറക്കൂല. എന്നും 5 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. പഠിച്ചവനെ അതിനുള്ള പ്രതിഫലം നീ കൊടുക്കല്ല. എൻ്റെ കുട്ടിക്ക് കണ്ടില്ലേ, എൻ്റെ ഷാമോനെ കിട്ടിയില്ലേ. എൻ്റെ ഷാമോനെന്ന് വെച്ചാൽ സത്യത്തിന് മാത്രം കൂട്ട് നിൽക്കണം എൻ്റെ കുട്ടി ഇതുവരെയായിട്ടൊരു വേണ്ടാത്തിനൊന്നും കൂട്ട് നിന്നിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. ഉമ്മ അത് അങ്ങനെയൊന്നുമില്ലമ്മ, ഞാനും അറിയാതെയൊക്കെ. എന്ത് മോനെ എൻ്റെ ഇവിടെ കാണൂലേ? സത്യം പറഞ്ഞ ഷമ്മാസിനുമ്മ പറഞ്ഞപ്പോൾ വല്ലാത്തൊരിതായി. എന്നാലും എൻ്റെ കുട്ടി നല്ല മട്ടത്തിൽ നോക്കിയാൽ മതി. എൻ്റെ കാലം കഴിഞ്ഞാലും നുസൈബാനെ നല്ല മട്ടത്തിൽ എൻ്റെ കുട്ടി നോക്കണം. ഒരിക്കൽ പോലും വേദനിപ്പിക്കരുത് കേട്ടോ. അത്രക്കും പവിത്രമായൊരു കുട്ടിയാണത്. പഠിച്ച ഇറക്കി തന്നതാണ്. അല്ലാ റഹ്മാൻ്റെ കുട്ടീനെ പഠിപ്പിച്ച് MBBS ആക്കണം. ഇനി ഏതായാലും കഴിഞ്ഞതിന് ശേഷം ഇനി വിടണം. ഏതായാലും റാങ്കുകാരിയൊക്കെ ആയി നല്ല മട്ടത്തിൽ തന്നെ മാഷാ അല്ലാ. കുടുംബബന്ധം മുറിച്ചാൻ പാടില്ല മക്കളെ. നമ്മൾ ഒന്നാണ്ട് ഇത് ആകുമ്പോൾ തെറ്റിപ്പോവുക. എന്താണിത്? ഇന്നിപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ്സിന് ഇനിയിപ്പോൾ ഏതൊക്കെയെന്നാവും. എനിക്ക് പോകാൻ പൂതിയുണ്ട് പൊന്നാര ഷാമോനെ. ഉമ്മ എന്നാൽ ഞങ്ങൾ നോക്കട്ടെ, പോയോക്കട്ടെ. ആയിക്കോട്ടെ, പോയി വരും. ഉമ്മ വരണോ? എന്നാൽ ഉമ്മയും പോരും, ഉമ്മായിട്ട് ഇവിടെ നിൽക്കണോ? അങ്ങനെ ഏതാ ഉമ്മയും കാറിൽ കയറുന്നു. ഫസീലാക്കും മക്കൾക്കും താമസിക്കാൻ ഒരു വീട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഓളെ തിരിച്ചെടുത്തിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ പിന്നെ നവാസിനവിടെ പോകണമെങ്കിൽ പോവാം, കുട്ടികൾക്ക് അവിടെ നിൽക്കണമെങ്കിൽ നിൽക്കുക, അവിടെ നിൽക്കണമെങ്കിൽ നിൽക്കുക. മറ്റേത് അവരെങ്ങനെ ബുദ്ധിമുട്ടാക്കുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ. ആ അമ്മാനും ഉപ്പാനും ആങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ ആ വീടാണെങ്കിൽ പറ്റ പൊളിഞ്ഞാടാനയക്കണ്. പിന്നെ മറ്റേ ഏട്ടനൊക്കെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ കുഴപ്പം, ഒന്നും ചെയ്യൂലല്ലോ. പിന്നെ ആങ്ങളെ കുട്ടിയല്ലേ, ഓനെന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ. കിട്ടണ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ മരുന്നിനാണ് തേയണില്ല. ഏതായാലും ഇപ്പോൾ ഷാമോന് ഷോപ്പിക്ക് കയറ്റി കുറച്ചൊക്കെ തന്നെ കൂട്ടി കൊടുത്തിക്കണെന്ന് പറഞ്ഞു. ഏതായാലും പഠിച്ചോൻ നന്നാക്കട്ടെ റബ്ബേ. ഒരാൾക്കും ഒരടങ്ങാറും വരല്ലേ. എൻ്റെ മനസ്സൊക്കെ നല്ല പൂതി ഉണ്ടായിരുന്നു. എൻ്റെ നവാസിൻ്റെ അവിടെ സൗദക്ക് നല്ലൊരു പേരെടുത്ത് കൊടുക്കണം എന്നുള്ളത്. അല്ലാ, മനസ്സ് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ റജിനത്ത അത് ഉമ്മയോട് പറഞ്ഞിരുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഓരോന്ന് പറഞ്ഞ് പ്രശ്നമാക്കണ്ട, എങ്ങനെയെങ്കിലും നന്നായി പോവുകയാണെങ്കിൽ ഒരു നന്നായി പോട്ടെ എന്നായിരുന്നു ചിന്ത. എന്നാൽ സൗദിയുടെയും ഉമ്മയുടെയും സ്വഭാവം പറ്റി അങ്ങ് മാറിയിരിക്കുന്നു. അവർ പുത്തൻ വീട്ടു തറവാട്ടുകാർ അങ്ങോട്ട് എത്തായിട്ടും വന്ന് നോക്കായിട്ടും ആകെ കലിപ്പിലാണ്. എന്നാലും വന്നില്ലല്ലോ. ഒരു ഗർഭിണിയായ പെണ്ണിനോട് ഇത്രമാത്രം ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച് പെരുമാറണോ അവർ? ഉമ്മ എന്താടി പറയാനുള്ളത് ഞാൻ പറയും, അത് ആരെ മുഖത്ത് വയ്ക്കുകയാണെങ്കിലും. ഉമ്മ നമ്മളെല്ലാം ഇറങ്ങി വന്നത്, നീ ഇറങ്ങി എൻ്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. അത് സാധാരണയാണ്, എല്ലാവരും ഉമ്മമാരും മക്കളെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് കൊണ്ടുപോകാൻ പോലും വരും. ഉമ്മ അപ്പം ഞങ്ങൾക്കൊരു ശല്യമായോ ഉള്ളോന്നല്ല. അതെ, ഓനെന്താ വരാത്തത്? എൻ്റെ കെട്ടി പുതിയാപ്പിള നവാസ് എന്തൊരു സ്നേഹമായിരുന്നു. എന്തോ വരാത്ത ഓനാ ചിന്തയൊന്നുമില്ലേ? ഓൻ്റെ കുഞ്ഞാണെൻ്റെ വയറ്റിലുള്ളതെന്നുള്ള കാര്യമൊക്കെ ഓൻ മറന്നുല്ലേ? വേറെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും. ഉമ്മ അതൊന്നും പറയണ്ട, നമ്മളെ ഭാഗത്ത് തെറ്റുപറ്റി. നമുക്ക് എന്താടി, എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? അവൾ മിണ്ടാതെ നിന്നു. അതെ, എനിക്ക് ചിലത് പറയാണ്ട്, അങ്ങനെ വിട്ടാൽ പറ്റൂല. എന്താപ്പോൾ എനിക്കുള്ള ചിലവിനുള്ളവൻ തരുന്നുണ്ടോ? ഉമ്മ ആ ഷോപ്പിൻ്റെ അതിൻ്റെ ബിസിനസ് നടക്കുന്നതൊക്കെ ക്രെഡിറ്റ് ആവുന്നുണ്ടല്ലോ എൻ്റെ അക്കൗണ്ടിലേക്ക്. അതൊന്നും പോരാ, അങ്ങനെയാണോ വേണ്ടത്? അതൊന്നും അല്ലല്ലോ വേണ്ടത്. ഉമ്മ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാഷ് കിട്ടുന്നുണ്ട്, അത് മുഴുവൻ എനിക്ക് തന്നെയാണ് വരുന്നത്. എന്നാലും കുറേ പൈസ മാത്രമല്ലല്ലോ, എന്നാലും അവനും വരണല്ലോ. വേറെ ആരും വേണ്ട, ആ തള്ളനും വേണ്ട, വേറെ ഒരുത്തിനും വേണ്ട, ഒരു കുട്ടികളെയും ഇവിടെ വേണ്ട. നവാസിൻ്റെ ഒരു മക്കളെയും ഇവിടെ ഞാൻ നോക്കാൻ സമ്മതിക്കൂല. പക്ഷേ നവാസിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എടുക്കണേടി, അല്ലെങ്കിൽ ആകെ കുളം തോണ്ടും ജീവിതം, മനസ്സിലാക്കിക്കോ. അമ്മ എന്നോട് പറഞ്ഞിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ നവാസിനെ കാക്കണ്ട കേട്ടോ. നവാസിനെ കാക്കണ്ട, ഓനങ്ങനെ പറയാൻ ഉളുപ്പില്ലല്ലോ. ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുവരും, എനിക്ക് എൻ്റെ മോളോട് വേദന ഉണ്ടായിട്ട്. എന്നാലും ഓൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഓൻ്റെ വാക്ക് ഒക്കെ പിടിച്ചു വെച്ചോ, ആവശ്യം വരും കോടതി പറയാൻ. സൗദ ഒരല്പം ഭയന്നു. അമ്മ അതൊന്നും പറയണ്ട, അത് എന്തിനാണ്, വലിയ പ്രശ്നമായി തീരും. ഡൈവേഴ്സ്, പക്ഷെ നഷ്ടപരിഹാരം, അതാണ് എൻ്റെ ലക്ഷ്യം.
ഉമ്മ നിങ്ങൾ എന്താണ് പറയണത്? അപ്പോൾ എൻ്റെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കണത്? എൻ്റെ ജീവിതം വെച്ചിട്ട് കളിക്കല്ല, എൻ്റെ ജീവിതം വെച്ചിട്ട് കളിച്ച് കുറച്ച് നേടണം, കുറച്ച് മാണേ ക്യാഷ്. സത്യം പറഞ്ഞാൽ സൗദക്ക് ഭയം തോന്നി. പഠിച്ചോനെ, ഞാൻ ഇവിടെ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥ വരുമോ? നവാസ്ക്ക് ശരിയാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യനൊക്കെ തന്നെ, എന്താ ചെയ്യുക? ഞാൻ എൻ്റെ ബുദ്ധിമോശം കാണിച്ചു, നീ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ഇപ്പം ചെയ്യുക? എന്നാൽ സൗദക്ക് ചെറിയൊരു ഭയം തുടങ്ങി. പഠിച്ചോനെ, ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ നവാസ്ക ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇതിനെ പോറ്റും? എനിക്ക് പേടിയാകുന്നു. പഠിച്ചോനെ, എന്തപ്പം ചെയ്യാം? പക്ഷേ നവാസ്ക ചെയ്യുന്ന ആലോചിക്കുമ്പോൾ അതിലൊരു ദേഷ്യം വരികയാണ്. ഉമ്മ എന്താടി? ഉമ്മ എനിക്ക് പേടിയാണോ? എന്തിനെ? എനിക്ക് ഞാൻ അനാഥമായൊരു കുഞ്ഞിനെ വളർത്തേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ അനാഥമായ കുഞ്ഞിനെ വളർത്തണമെന്നൊന്നുമില്ല, അത് ആർക്കെങ്കിലും കൊടുക്കുക. ഉമ്മ നിങ്ങൾ എന്തീ പറയണത്? അതേടി, തന്ത നോക്കാഞ്ഞ പിന്നെ എന്താ ചെയ്യുക? തന്താര് നോക്കണേ, തന്താര് കുറച്ച് നല്ലവരാണ്, എന്നാൽ കുഴപ്പമില്ല മക്കൾക്ക്. ഇത് തന്ത തിരിഞ്ഞ് നോക്കണില്ല. ഉമ്മ നമ്മളായിട്ട് തന്നെയല്ലേ? ഒന്നും പറയണ്ട, എന്നോടൊരു വാക്കിച്ച് പറയണ്ട, ഞാൻ കേസ് കൊടുക്കുന്നതാണ്, കേസ് കൊടുക്കും. ഉമ്മ വേണ്ടമ്മ, അതൊക്കെ വലിയ പ്രശ്നമായി തീരും. ഉമ്മ എനിക്ക് പേടിയാവുന്നു. എന്താടി പേടിക്കേണ്ട ആവശ്യം? ഇജെങ്ങാനും നീ വിളിക്കാൻ വരുമ്പോൾ പോയിട്ടുണ്ടെന്നെ കാണിച്ചു തരാം. സൗദക്ക് പേടി തുടങ്ങിയിട്ടുണ്ട്. അതെ, എന്നാൽ ഈ സമയം അതാ ഉമ്മയും ഷമ്മാസും നവാസും ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോനെ, കുറച്ച് സൗകര്യം ഉണ്ടായിക്കോട്ടെ, കാരണം കുട്ടികൾക്ക് ഉള്ളിൽ കളിക്കണ്ടേ. പുറം തന്നെ കുറച്ച് നല്ല മുറ്റൊക്കെ ഉള്ളത് തന്നെ ആയിക്കോട്ടെ, കുട്ടികൾക്ക് നല്ലോണം ഓടി കളിക്കേണ്ടി വരും. കുറേ ഇടുങ്ങിയ പേരെ എടുത്തിട്ട് കാര്യമില്ല, എടുക്കുമ്പോൾ കുറച്ച് വിശാലതയുള്ള എടുത്തോ. പിന്നെ നമുക്ക് ആ പ്ലാനിങ്ങിനൊക്കെ അനുസരിച്ച് നല്ല മട്ടത്തിന് നല്ല രീതിയിൽ ഉണ്ടാക്കാം. ഏതായാലും ഉമ്മ, ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. മോനെ, റൂം ഒരു 2 ബെഡ്റൂം ആയാലും കുഴപ്പമില്ല, പക്ഷെ അത്യാവശ്യം കുറച്ച് ഡൈനിങ് ഹാള് വലിപ്പം വേണം. അതേപോലെ കുട്ടികൾക്ക് ഒരു പ്ലേയിങ് ഏരിയ തന്നെ വേണം. മുറ്റത്തും തന്നെ നല്ല വിശാലത വേണം. മറ്റൊരു ഇടുങ്ങി പിടിച്ചാലേ ശരിയാവില്ല. ഓലെ മനസ്സിക്ക് നല്ലൊരു കുളിർമ വേണമെന്നുണ്ടെങ്കിൽ മുറ്റത്ത് തന്നെ അതിനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട്. സുഖമാണ്, സൈക്കിൾ ഔട്ടാനുള്ള സൗകര്യം, ഊഞ്ഞാലാടാനുള്ളതൊക്കെ ഉള്ളത് നോക്കിക്കോ. അത് കേട്ട് ഷമ്മാസ് ഒരു നിമിഷം ചിരിച്ചു. പഠിച്ചോനെ, ഉമ്മാൻ്റെ ഒക്കെ ഒരു പ്ലാനിങ് കണ്ടില്ലേ? മോനെ, എടുക്കുമ്പോൾ നല്ല മട്ടത്തിന് എടുക്കണ്ടേ, എടുക്കാഞ്ഞാൽ പറ്റൂരല്ലോ. പിന്നെ ഓല ഉമ്മാക്കും ഉപ്പാക്കുള്ള റൂമും ആ മോനക്കുള്ളതും ബെഡ്റൂം ഒന്ന് 2 പോരട്ടാ, ഒരു 4 തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് മാറി നിൽക്കണമെന്നെങ്കിലും മേലേക്ക് 2 റൂമുള്ള തന്നെ എടുത്തോ, അതായിരിക്കും നല്ലത്. ഉമ്മ, അതിപ്പോൾ തൽക്കാലം അതിനെന്താ മോനെ, എടുക്കുമ്പോൾ കുറച്ച് നല്ല തന്നെ ആയിക്കോട്ടെ. ഏതായാലും ഒറ്റങ്ങളെ ആ വീട് ഇതാകാനായിക്കണേ, പിന്നെ ആ മോൻ നയിച്ചുണ്ടാക്കിയിട്ട് വേണ്ടേ അതിനൊക്കെ പൈസ കിട്ടിയാവുമ്പോൾ. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് വീണ്ടും ഒരു വീട് സെറ്റാക്കാൻ പോയി തുടങ്ങി. എന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അതെ പണി കഴിപ്പിച്ച ആ ഒരു മനോഹരമായ വീട് കണ്ടപ്പോൾ ഐഷുമ പറഞ്ഞു, മോനെ ഇത് മതി. ഉമ്മ, ഇത് മോനെ, ആ പ്രായമുള്ള ഉമ്മയും ഉപ്പയും അവർക്കും നല്ല മട്ടത്തിൽ ജീവിക്കണ്ടേ? എന്നും ഇങ്ങനെ പാവങ്ങൾ ദരിദ്രമായ വീട്ടിൽ ജീവിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരും ജീവിക്കണം നല്ല രീതിയിൽ. എൻ്റെ മോനെ, അതിന് ഇനിയിപ്പോൾ എത്ര എക്സ്പെൻസ് വരികയാണെങ്കിലും മോനത് കണക്കാക്കണ്ട. നവാസിനോട് അത് പറഞ്ഞപ്പോൾ ഉമ്മ, ക്യാഷൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല മോനെ, ഒന്ന് കയറി കാണെന്തായാലും. അതിൻ്റെ ഹോണറോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. മാഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു കോർട്ട്യാർഡ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വിശാലമായ ഒരു സിറ്റ് ഔട്ട്, പിന്നെ ലിവിങ് ഏരിയ, പിന്നെ നല്ല ഉമ്മ പറഞ്ഞ പോലെ തന്നെ വലിയ ഡൈനിങ് ഏരിയ, താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം എന്നുള്ള രീതിയിൽ. മക്കൾക്ക് കുളിക്കാൻ സ്വിമ്മിങ് പൂളുണ്ടോ വീടിൻ്റെ മുകളിൽ? ഉമ്മ, ഇതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പെൻസ് വരുന്നുണ്ട്. ആയിക്കോട്ടെ മോനെ, കുഴപ്പമില്ല, നല്ല മട്ട് നമുക്ക് അവർക്ക് കൊടുക്കുന്നൊരു സമ്മാനമായിട്ട് കൊടുക്കുക. ആ ഉമ്മയും ഉപ്പയൊക്കെ നല്ല വീട്ടിൽ ജീവിക്കട്ടെ അല്ലേ? എന്തായാലും ആ കുട്ടി ഇങ്ങനെ പണിയെടുത്തുണ്ടാക്കിയിട്ട് വേണ്ടേ അവരുടെ. ഇത് കാണുമ്പോഴേ അത് ഫസീലാൻ്റെ ആങ്ങളെ നാത്തൂനും ചിലപ്പോൾ ഒന്ന് ഞെട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവരെ വലിയ വീട്ടിലേക്ക് ഒരിക്കൽ പോലും ആ ഉമ്മയും ഉപ്പയും ഒന്നും കൊണ്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. അവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹം. ഇത് മതി, നല്ല അടിപൊളി. മോനെ, അതിന് എത്ര ആവുമെന്ന് ചോദിച്ചു നോക്ക്. പിന്നെ നവാസെ, ക്യാഷ് ഇല്ലയെന്ന് വിചാരിച്ചു കാണും നീ വിഷമിക്കണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് എന്താ വേണ്ട രീതി ചെയ്യാം.
സത്യം പറഞ്ഞാൽ നവാസും ഷമ്മാസും ഉമ്മയും അവിടെ മുകളിലും താഴെയൊക്കെ ആയിട്ട് കയറി നോക്കി. ആഹാ, ഉമ്മാക്കിപ്പോൾ കാൽമുട്ട് വേദന ഒന്നുമില്ലേ? മോനെ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വേദന ഉണ്ടാവില്ല. ഏതായാലും മോനെ നല്ല മട്ടത്തിലുള്ള റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി എൻ്റെ കുട്ടിക്ക് ചെയ്യാനുള്ളത് മറ്റൊന്നുമല്ല. ഷാമോനെ, ഒക്കെ ഓക്കെ അല്ലേ? ആ ഉമ്മ നല്ല സെറ്റ് കേട്ടോ. ഉമ്മാക്ക് ചെറിയ രീതിയിലൊന്നും പറ്റണില്ല കേട്ടോ. ആ മോനെ കൊടുക്കുമ്പോൾ നല്ല മട്ടത്തിന് കൊടുക്കണ്ടേ? ആ പിന്നെ ഷാമോനെ, ഈ ഉസ്താദിനോടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിട്ടോ. മറ്റേതിൻ്റെ കാര്യമേ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശരിക്ക്. ഉമ്മ, അതിപ്പോൾ നമ്മൾ അല്ല മോനെ, എന്നാലും എൻ്റെ കുട്ടി ഏതായാലും തൊലാക്കൊന്ന് ചെല്ലിയതല്ലേ, തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ കാട്ടേണ്ടതൊക്കെ ഒന്ന് ചോദിച്ച് നോക്കിട്ടോ. ഉമ്മ ആയിക്കോട്ടെ, തീർച്ചയായും, ഇൻഷാ അല്ലാ. അങ്ങനെ അത് പറഞ്ഞപ്പോൾ നവാസ് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അത് കാര്യം മറ്റൊന്നുമല്ല, അത് തൻ്റെ മക്കൾക്ക് നല്ല കളിക്കാനുള്ളൊരു വീട്, അവിടെ മക്കളുടെ ഉമ്മ. അല്ലാ, ഓൾ ചെയ്ത തെറ്റിനൊക്കെ ഒരുപാട് പ്രായശ്ചിത്തം ചെയ്തതല്ലേ പഠിച്ചോനെ. ഇൻഷാ അല്ലാ, നീ ഹൈറാക്കല്ല. നവാസിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ. അങ്ങനെ വീടും കാര്യങ്ങളെല്ലാം കണ്ടു, സെറ്റായി. മോനെ, ഞയ്ക്കുള്ള കുറച്ച് അതൊക്കെ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ലോ അല്ലേ? ഇനി ഫുഡും കാര്യങ്ങളും നോക്കിയാൽ മതി. അതും എല്ലാം സെറ്റാണ്. ഇവരിങ്ങനെ വീടുണ്ടാക്കിയിട്ട് സെറ്റാക്കി വെക്കുകയാണ്. അതെല്ലാം ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അതിൽ അവൈലബിൾ ആണ്. മോനെ, ശരിയാണ്, നല്ല അടിപൊളി കേട്ടോ. ഐഷമ്മയുടെ മനസ്സിൽ പുതിയ പല ചിന്തകൾ വന്നു. അതെ, ഫസീലനെ കൂട്ടിക്കൊണ്ടുവരണം. അത് ഒരു പുതിയണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന പോലെ. പിന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടി അന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അത് മക്കളും നവാസും ഫസീലയും ഒരുമിക്കട്ടെ, അവർ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. അതായിരുന്നു ഐഷമ്മയുടെ മനസ്സിലെ ചിന്തകൾ. എന്നാൽ നവാസിനോടും ഷമ്മാസിനോടും ഉമ്മ പറയുന്നു, മോനെ, ഉസ്താദിനോടൊന്നും ചോദിച്ചു നോക്കിട്ടോ. ഇതിൻ്റെ മസലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാത്ത അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. എന്തായാലും പറ്റാനുള്ളതൊക്കെ പറ്റിപ്പോയി. ഇനിയെങ്കിലും നല്ല മട്ടത്തിൽ ജീവിക്കട്ടെ. അല്ലാ റബ്ബേ, എന്തൊക്കെ തന്നെയാലും ആ മക്കൾക്ക് ഓളന്നല്ല തള്ള, ഓള് പെറ്റ മക്കളല്ലേ. ആരെത്രയൊക്കെ തന്നെ സ്നേഹം കൊടുത്താലും അതിനോളം വരൂരല്ലോ. അല്ലാ, മരിക്കുവോളം ഓൾക്കും മക്കൾക്കും നവാസിനൊക്കെ ഒരുമിച്ച് കയ്യാള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ വീട്ടിലേക്ക് അവർ തിരിച്ച് വരികയാണ്. ഉമ്മ പ്രത്യേകമായി പറഞ്ഞു, മോനെ, ഉസ്താദിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ മറക്കല്ലിട്ടോ. ഇല്ലുമ്മ, ഒന്നുമില്ല. എന്നാൽ പെട്ടെന്ന് പേരൊക്കെ ഇപ്പോൾ സെറ്റായല്ലോ. ഇൻഷാ അല്ലാ, ഇനി പോലെ ഉമ്മാനോട് ഉപ്പാനോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകാണ്ടേ ഞമ്മക്കണ്ട് റെഡിയാക്കാം. ഐഷമ്മയുടെ മനസ്സിൽ സന്തോഷം. അതെ, നവാസും അതിന് എതിരൊന്നും പറഞ്ഞില്ല. തൻ്റെ മക്കളെ ഓർത്ത് താൻ ഫസീലയെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയാണ്. അല്ലാ റഹ്മാനെ, നിൻ്റെ കാവലുണ്ടാകണം അല്ലാ. ഒരു നിമിഷം നവാസ് ആലോചിച്ചു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.